ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ഫിസിയോ വേൾഡ്. ഈ ഒരു ഹോളി മന്ത് ഓഫ് റമളാനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്. അതായത് ധാരാളമായി നമ്മൾ വെള്ളം കുടിക്കുക. ഇപ്പോൾ നമ്മൾ ഇഫ്താറിന് നോമ്പ് തുറയുടെ സമയമുണ്ട്, അത്താഴത്തിന് സമയമുണ്ട്. അപ്പോൾ ഈ രണ്ട് സമയത്തായിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് കറക്റ്റ് അമൗണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കുടിക്കുക. ഇപ്പൊ അധികം ആളുകളിൽ നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ് നോമ്പ് പിടിക്കുമ്പോൾ തലവേദന വരിക എന്നുള്ളത്. ഈ തലവേദനയുടെ മേജർ കോസ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ തന്നെയാണ്. അത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് തലവേദന മിക്ക ആളുകളിലും വരുന്നത്. അപ്പോൾ ഈ ഒരു ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമാണ് കാഫിനേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക എന്നുള്ളത്. ചായ, കാപ്പി, അതേപോലെ തന്നെ കഫീൻ അടങ്ങിയിട്ടുള്ള മറ്റ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. ഈ ചായ അല്ലെങ്കിൽ കാപ്പി ഇത് സ്ഥിരമായിട്ട് കുടിച്ചുള്ള ആൾക്കാരാണ്. അത് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാകുന്ന കേസിൽ നമ്മൾ പരമാവധി അതിന്റെ അളവ് കുറക്കാൻ നോക്കുക. അത് കുടിക്കുന്ന അളവ് കുറച്ചിട്ട് ധാരാളമായി വീണ്ടും വെള്ളം കുടിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ അത്താഴം കഴിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നെങ്കിൽ അത് 2 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഗ്ലാസ്സിൽ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്യുക. ഈ ലെമണിൽ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, പൊട്ടാഷ്യം പോലത്തെ ഇലക്ട്രോലൈറ്റ്സ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ബോഡിയിലത്തെ വെള്ളത്തിന്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കാരണം നമുക്ക് ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. മീൽസിലോട്ട് പോകാം. നമുക്ക് പൊതുവെ ഒരു ദിവസം 3 മീൽസ് ആണല്ലോ ഉള്ളത്. പക്ഷെ അത് റമളാന്റെ ടൈമിൽ അത് 2 മീൽസ് ആയിട്ടാണ് മാറുന്നത്. അതായത് ഒന്ന് ഇഫ്താർ, ഒന്ന് സഹൂർ. അതായത് നോമ്പ് തുറക്കുന്ന ആ ഒരു ഭക്ഷണം, അതേപോലെ തന്നെ അത്താഴത്തിന്റെ ഭക്ഷണം. അപ്പൊ ഈ 2 സമയങ്ങളിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ ബോഡിയിൽ എനർജി വരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഇൻടേക്ക് ചെയ്യുക. അത്താഴം സ്കിപ്പ് ചെയ്യുന്ന പലരും ഉണ്ട്. അത് ഒന്നുകിൽ അവരുടെ ഉറക്കം പോവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അത്താഴം സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്. രണ്ടാമത്തെ കേസിൽ ഈ അത്താഴം കഴിച്ച് ഇത് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ച് ശീലമില്ലാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് അത്താഴം കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ രീതിയിൽ സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്. അത്താഴം നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് നമ്മുടെ ബോഡിയിൽ എനർജി വളരെയധികം ഡൗൺ ആക്കും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കഴിച്ച് ശീലമില്ലാത്ത ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഏത് ഒരു കാര്യത്തിനോടും പെട്ടെന്ന് അഡാപ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 2-3 ദിവസം ഒരു ചെറിയ ബൈറ്റ്, എന്തെങ്കിലും ഇപ്പം എന്താ കഴിക്കുന്നതിൻ്റെ 1-2 സ്പൂണോ ഒരു ചെറിയൊരു ബൈറ്റോ കഴിക്കുക. അതിന് 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ സ്വാഭാവികമായിട്ട് വിശപ്പ് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാൻ പിന്നെ അത് എളുപ്പമായിട്ട് വരും. അത്താഴത്തിന് എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അതേപോലെ തന്നെ കുറച്ച് പ്രോട്ടീനും അതേപോലെ തന്നെ കുറച്ച് ഫാറ്റും ഹെൽത്തി ഫാറ്റ്സും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡായിരിക്കണം അത്താഴത്തിന് കഴിക്കേണ്ടത്. ഇപ്പൊ അതിന് പറ്റിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഓവർനൈറ്റ് ഓട്സ് ആണ്. ഈ ഓവർനൈറ്റ് ഓട്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തലേന്ന് തന്നെ അത് ഉണ്ടാക്കുകയും ചെയ്യാം, തലേന്ന് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. രാവിലെ നമുക്ക് വലിയ പണിയും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കുറച്ച് റോൾഡ് ഓട്സ് എടുക്കുക. പരമാവധി ഓട്സ് എടുക്കുമ്പോൾ റോൾഡ് ഓട്സ് തന്നെ എടുക്കാൻ നോക്കുക. ഈ റോൾഡ് ഓട്സിലോട്ട് അപ്പോൾ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയി. അതിന്റെ കൂടെ നമ്മൾ ഒരു ഗ്രീക്ക് യോഗേർട്ട് അല്ലെങ്കിൽ സാധാ മിൽക്ക്, നോർമൽ മിൽക്ക് ആഡ് ചെയ്താലും മതി, പാൽ ആഡ് ചെയ്താൽ മതി. പിന്നെ അതിന്റെ കൂടെ തന്നെ അപ്പോൾ ഒരു പ്രോട്ടീൻ കണ്ടന്റ് ആയി. പിന്നെ അതിന്റെ കൂടെ ചിയ സീഡ്സ് പറ്റുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ചിയ സീഡ്സിൽ നമുക്ക് ഹെൽത്തി ഫാറ്റ്സും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ രാത്രി എടുത്ത് വെക്കുകയും പിറ്റേ ദിവസം നമുക്ക് കഴിക്കാൻ ഇത് റെഡിയുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് നമുക്ക് അത്യാവശ്യം നല്ല എനർജി തരുന്ന ഒരു ഡിഷാണ്. സുഹൂറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇനി ഇഫ്താറിന്റെ ടൈമിൽ ഇപ്പൊ നമ്മൾ ഈ നോമ്പ് തുറക്കാറാവുമ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ വിശന്നിരിക്കുമായിരിക്കും. മിക്ക കേസസിലും നമ്മൾ ഇത്രയും നേരം കഴിക്കാതിരുന്നേണ്ടത് മൊത്തം നമ്മൾ ഈ നോമ്പ് തുറക്കുമ്പോഴേക്കും കഴിച്ചു തീർക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് മിക്കവരിലും ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നോമ്പ് തുറക്കുന്ന ടൈമിൽ തന്നെ ഒരുപാട് ജങ്ക് ഐറ്റംസ്, ഫ്രൈഡ് ഫുഡ്, അതേപോലെ തന്നെ വളരെയധികം കാലറീസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 ഡേറ്റ്സ് കഴിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും വെള്ളം, പരമാവധി ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ വെള്ളം കുടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സും കഴിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പ്രെയർ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മൾ മീൽസ്, കുറച്ച് ഹെവി ആയിട്ടുള്ള മീൽസ് കഴിച്ചാൽ മതി. അതും ആ മീൽസിൽ തന്നെ അത്യാവശ്യം പ്രോട്ടീൻ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുക. ചിക്കനോ എഗ്ഗോ അങ്ങനെ എന്തെങ്കിലും ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ആ മീലിൽ ഹൈ പ്രോട്ടീനും വേണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും അതിൻ്റെ കൂടെ നമ്മൾ വെജീസും കൂടി ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ച് ഫൈബർ കണ്ടന്റ് വരുള്ളൂ. ഇത്
ഇതൊരു ഹെൽത്തി എനർജി റിച്ച് മീലും ആകുള്ളൂ. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ജങ്ക് എന്ന് പറയുമ്പോൾ മിക്ക കേസസിലും ഇഫ്താറിന് നമുക്ക് ചില ആൾക്കാരിൽ സമൂസ ഇല്ലാതെ ഇഫ്താർ പറ്റൂല എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്കിപ്പോൾ വല്ലപ്പോഴും ഒരു വീക്ക്ലി വൺസ് ഒക്കെ ഒരു എന്തെങ്കിലും അങ്ങനത്തെ ഒരു സ്നാക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്തത് വർക്കൗട്ട്സ് ആണ്. സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ റമളാന്റെ ടൈമിൽ ഏത് ടൈമിൽ വർക്കൗട്ട് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നമുക്കത് നമ്മൾ ഡെയിലി റുട്ടീനിൽ നമ്മൾ ഏത് ടൈമിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നത് ആ ടൈം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചില കേസസിൽ ചിലർ നോമ്പ് തുറക്കുന്നതിന്റെ കുറച്ച് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ നോമ്പ് തുറന്ന ഉടനെയോ ഒക്കെ ആയിട്ട് ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ചില സമയത്ത് നമ്മുടെ ബിസി ഷെഡ്യൂളൊക്കെ വരുമ്പോഴേക്കും അത് മിസ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ചില പ്രേയേഴ്സും കാര്യങ്ങളും കാരണം അതും മിസ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു വർക്കൗട്ട് റുട്ടീൻ ടൈം മാറ്റേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഡെയിലി നമ്മൾ ഇപ്പോൾ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട്സ് നമ്മൾ പരമാവധി ഒന്ന് കുറയ്ക്കുക. മെയിനായിട്ട് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ട്രെയിനിങ്ങിന് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ വർക്കൗട്ട് റുട്ടീൻ ഒന്നും ചെയ്യാത്ത ഒരു കേസിൽ ഇപ്പോൾ ഒരു റമളാൻ ആവുമ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് വിത്ത് വെരി ലൈറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയണ്ട, ഒരു വാക്കിങ്ങിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കമാണ്. ഈ ഉറക്കം മിക്ക കേസസിലും നമുക്ക് റമളാനിൽ മേ ബി സ്കിപ്പ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ലേറ്റ് നൈറ്റ് വളരെ ലേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്ന ഒരു സമയവും അതേപോലെ തന്നെ എണീക്കുന്ന സമയവും പരമാവധി സിമിലർ ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു റുട്ടീൻ നമ്മളൊരു ഇപ്പോൾ 1 മന്ത് നമ്മൾ പോകുന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു ക്ഷീണോ ഒരു ഉറക്കക്കുറവോ ഫീൽ ചെയ്യില്ല. നമ്മുടെ ബോഡി എപ്പോഴും എനർജറ്റിക്കുമായിരിക്കും. അപ്പോൾ സ്ലീപ്പിംഗ് പാറ്റേണോ സ്ലീപ്പിംഗ് ടൈം എപ്പോഴും ഒരുപോലെ ആക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ രാവിലെകളിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഈ രാവിലെകളിൽ പരമാവധി ചെറിയ ചെറിയ നാപ്സ്, സ്മോൾ നാപ്സ് എടുക്കുക. അല്ലാതെ ലോങ് അവേഴ്സ് ഉറങ്ങാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ലോങ് അവേഴ്സ് ഉറങ്ങുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രാത്രി നമ്മുടെ ഉറക്കം എങ്ങനെയെങ്കിലും നമ്മൾ ഡിസ്റ്റർബ് ആവും. അപ്പോൾ രാവിലെകളിൽ ചെറിയ ചെറിയ നാപ്പുകൾ എടുത്താൽ മതി. രാത്രി എപ്പോഴും ടൈം സിമിലർ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉറങ്ങുന്ന സ്ഥലം എപ്പോഴും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വെക്കുക. പരമാവധി ലൈറ്റ്സ് ഒക്കെ ഒഴിവാക്കി നോയ്സസ് ഒക്കെ ഒഴിവാക്കി അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീപ്പിംഗ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.